LDF കുതിക്കും, വല്ലാതെ ഒന്നും കുതിക്കില്ല. അതായത് LDFന് ഈ തെരഞ്ഞെടുപ്പിൽ 8 മുതൽ 10 വരെ സീറ്റ് കിട്ടാനുള്ള എല്ലാ സാധ്യതകളും ഇത്തവണയുണ്ട്. ആലപ്പുഴയിലേക്ക് വന്നു കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞ ആരിഫ് എന്ന കനൽ കിട്ടും. ടക്കെ വെച്ചിട്ട് ഈ ശ്രീധരൻ കയറി പോകുന്നു. 1000, 2000, 3000 ലീഡ് 5000 കടക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ BJPയുടെ പ്രകടനം കേരളത്തിൽ എങ്ങനെയായിരിക്കും? കേരളത്തിൽ ഒറ്റ സീറ്റും കിട്ടാൻ പോകുന്നില്ല. ഉപതെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ ചർച്ചയാവട്ടെ. അത് പറഞ്ഞാ പോരാ, ഇങ്ങനെ എഴുതി കൊടുക്കണം. നോക്കട്ടെ. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം, ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ഉത്സവമായ പൊതു തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ കടക്കുന്നു എന്ന് പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കകം ഈ രാജ്യത്തെ ഈ തെരഞ്ഞെടുപ്പിൽ വിധി എഴുതുക എന്തൊക്കെയായിരിക്കും എന്ന പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ കടക്കുന്നത് കേരളം ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ ചിന്തിക്കുന്നു, എങ്ങനെ വിധി എഴുതും എന്ന വിശകലനത്തിലേക്കാണ്. നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന്റെ കണക്കുകൂട്ടലുകളിലേക്കും പ്രതീക്ഷകളിലേക്കും ഒക്കെ കടക്കും മുൻപ് അല്പം ചരിത്രം നോക്കാം. 2004 18 സീറ്റ് LDFന്, 2 സീറ്റ് UDFന്. 2009 16 സീറ്റ് UDF, 4 സീറ്റ് LDF. 2014 12 സീറ്റ് UDF, 8 സീറ്റ് LDF. 2019 വന്നാൽ 19 സീറ്റ് UDFന്, 1 സീറ്റ് LDFന്. ഇനിയുള്ളത് 2024. ശ്രീജ പറഞ്ഞു 2004 മുതൽക്കുള്ള കഥ. ഞാൻ 2 വർഷങ്ങൾ മാത്രം അതിൽ നിന്നെടുക്കുന്നു. 2004, 2019. ഒറ്റ കാര്യം ഞാൻ സൂചിപ്പിക്കാം. 2004, 2019, 2024 ആവർത്തിക്കാൻ പോകുന്നില്ല. കഴിഞ്ഞ 24 വർഷത്തിനിടയിൽ കേരളം ഏതെങ്കിലും ഒരു മുന്നണിക്ക് അത്രയും മൃഗീയമായ ഒരു ലീഡ് നൽകി പിന്തുണച്ചിട്ടുണ്ടെങ്കിൽ ശ്രീജ നേരത്തെ സൂചിപ്പിച്ച ഈ 2004, 2019 2004 എന്താ അവസ്ഥ? 18 സീറ്റാണ് LDFന്, 2 സീറ്റാണ് UDFന് കിട്ടുന്നത്. 2019 വന്ന് നോക്കൂ, ഒരൊറ്റ സീറ്റാണ് LDFന് കിട്ടിയത്, ബാക്കി 19 സീറ്റും UDF. 2024 UDF സീറ്റ് എണ്ണം കുറയും. 19 നിന്ന് 14 UDF ഇറങ്ങും. പക്ഷേ LDF കുതിക്കും, വല്ലാതെ ഒന്നും കുതിക്കില്ല. 1 സീറ്റ് എന്നുള്ളത് മാക്സിമം 6 വരെ. പക്ഷെ അപ്പോഴും ആ നേരത്തെ കിട്ടിയ 1 സീറ്റ് ഉണ്ടല്ലോ, അത് പോകും. അതിലേക്ക് നമുക്ക് പിന്നീട് വരാം. ശരി, 14-6. ഷാനോസ്, സുബീഷ് പറഞ്ഞ പോലെ ഏകപക്ഷീയമായി അല്ലെങ്കിൽ ഒരു വലിയ മുന്നേറ്റം UDFന് ഉണ്ടാകില്ല എന്ന് പറയും പോലും 14 സീറ്റ് UDFന് ലഭിക്കുമെന്നാണ് സുബീഷ് പറയുന്നത്. പക്ഷേ അത്രത്തോളം പോകില്ല UDFന് കഴിഞ്ഞ തവണത്തേക്കാൾ. കാരണം 1 സീറ്റിൽ നിന്ന് രണ്ടാമതൊരു സീറ്റ് കൂടെ നേടുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. അപ്പോൾ ഞാൻ കണക്കാക്കുന്നത് 8 മുതൽ 10 സീറ്റ് വരെ സ്വാഭാവികമായിട്ടും LDFന് ലഭിക്കാനുള്ള സാധ്യത ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലുണ്ട്. കാരണം സുബീഷ് പറയുന്നത് പോലെ വെറും ബാക്കി ഒരു 6 സീറ്റ് എന്ന ഘട്ടത്തിലേക്ക് മാത്രമല്ല 10 സീറ്റ് വരെ LDFന് എത്താം എന്നുള്ളതാണ് ഞാൻ കണക്കാക്കുന്നത്. എന്തായാലും 6-ൽ ചുരുങ്ങില്ല, 10ലേക്ക് തന്നെ എത്തും. 8 മുതൽ 10 വരെ എത്തും എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതായത് ഈ ഘട്ടത്തിൽ പറയുന്നു 10-10. എനിക്കങ്ങനെ പറയാൻ കഴിയും. ഇനി നമ്മളിങ്ങനെ വെറുതെ 14-6, 10-10 എന്ന് പറയല്ല, നമുക്ക് മണ്ഡലം തിരിച്ചു തന്നെ നോക്കാം. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ മണ്ഡലങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ UDFനൊപ്പം, ഏതൊക്കെ മണ്ഡലങ്ങൾ LDFനൊപ്പം? സുബീഷിന്റെ ഒരു ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ UDFന് കിട്ടാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ ഷാനോസ് പറഞ്ഞു നിർത്തിയതുപോലെ ചിലപ്പോൾ കിട്ടിയേക്കാം, അങ്ങനെയല്ല. ഒരു ഞാൻ പറയുന്ന കൃത്യമായിട്ടുള്ള ഒരു കണക്ക് വെച്ചുകൊണ്ടാണ് 14 സീറ്റ് വരെ UDFന് കിട്ടിയേക്കാം. ആ മണ്ഡലങ്ങൾ ഇപ്പോൾ കാസർഗോഡ് മുതൽക്ക് നമുക്ക് തുടങ്ങാം. കാസർഗോഡ് MV ബാലകൃഷ്ണൻ മാഷും രാജ്മോഹൻ ഉണ്ണിത്താനും തമ്മിലാണ് മത്സരം. MV ബാലകൃഷ്ണൻ മാഷ് ജനകീയനാണ്, പാർട്ടി ജില്ലാ സെക്രട്ടറിയാണ്. പക്ഷേ ജയിച്ചേക്കാം നിയമസഭാ തെരഞ്ഞെടുപ്പാണെങ്കിൽ. ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. കാസർകോട്ടെ ജനങ്ങൾ രാജ്മോഹൻ ഉണ്ണിത്താൻ വോട്ട് ചെയ്യും, രാജ്മോഹൻ ഉണ്ണിത്താൻ ജയിക്കും എന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. രണ്ടാമത് കണ്ണൂരിലേക്ക് വന്നു കഴിഞ്ഞാൽ MV ജയരാജനും K സുധാകരനും തമ്മിലാണ് മത്സരം. MV ജയരാജൻ ഈ പറഞ്ഞ പോലെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. 3 ജയരാജന്മാരിൽ അവരോളം കരുത്തനല്ലാത്ത ജയരാജനാണ് MV ജയരാജൻ. പാർട്ടിക്കകത്ത് സ്വീകാര്യതയൊക്കെയുണ്ട്. പക്ഷേ കണ്ണൂരിനൊരു പ്രശ്നമുണ്ട്. കണ്ണൂരിൻ്റെ പ്രശ്നം അവിടെ സുധാകരൻ വികാരം കോൺഗ്രസ്സുകാരിൽ കുറച്ച് കൂടുതലാണ്. സുധാകരൻ എന്തൊക്കെ വിടുവായുത്തം പറഞ്ഞാലും സുധാകരേട്ടനാണ് അവർ വോട്ട് ചെയ്യുക. ആ ഒരു വികാരത്തെ മറികടക്കാൻ MV ജയരാജന് കഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മൂന്നാമത്
വയനാട്ടിൽ ഞാൻ അധികം നീട്ടുന്നില്ല, രാഹുൽ തന്നെ ജയിക്കും. 4ാമത് കോഴിക്കോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ എളമരം കരീമും MK രാഘവനും ടൈറ്റ് ഫൈറ്റ് ആണ്. അവിടെ ആര് ജയിക്കും എന്നുള്ളത് അന്തിമ ഘട്ടത്തിലേക്ക് എത്തുന്ന ഒരു കൗണ്ടിംഗ് ആണ്. ഞാൻ സമയം അനുവദിക്കുമെങ്കിൽ ഒറ്റ കാര്യം ഞാൻ മാത്രം പറയാം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പാലക്കാട്ടെ കൗണ്ടിംഗ് എന്നെയൊക്കെ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് എന്നെയൊക്കെ ത്രസിപ്പിച്ച 2 മണിക്കൂറാണ്. ടക്കെ വെച്ചിട്ട് ഈ ശ്രീധരൻ കയറി പോകുന്നു, 1000, 2000, 3000 ലീഡ് 5000 കടക്കുന്നു. അവിടെയാണ് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ മുഴുവൻ നടുങ്ങി വിറയ്ക്കുന്നത്. അവിടെ നിന്നാണ് ഷാഫി പിടിക്കുന്നത്. ഷാഫി 100, 200, 300 അവസാനം 3000-അപ്പുറത്തേക്ക് ലീഡിൽ ഷാഫി ജയിക്കുന്നു. അങ്ങനെ ഒരു ഇഞ്ചോടിഞ്ച് ഫൈറ്റ് ഇക്കുറി ഞാൻ കോഴിക്കോട് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ അവസാനം MK രാഘവൻ അനുകൂലമായി മാറാനാണ് സാധ്യത. മലപ്പുറം പൊന്നാനി വേഗത്തിൽ അവസാനിപ്പിക്കാം. മലപ്പുറം പൊന്നാനി ബാങ്കിലിട്ട പോലെയാണ് മുസ്ലിം ലീഗിന്റെ വോട്ട്. കോണിയാണ് ചിഹ്നം. സ്ഥാനാർത്ഥി ആര് എന്നുള്ളത് പ്രസക്തമല്ല. പാലക്കാട്ടേക്ക് വരാം. VK ശ്രീകണ്ഠനും വിജയരാഘവനും തമ്മിലാണ് മത്സരം. വിജയരാഘവൻ PB അംഗമൊക്കെയാണ്, പക്ഷേ ജനസമ്മതിയില്ല, ജനസ്വീകാര്യനല്ല. തോൽക്കും. VK ശ്രീകണ്ഠൻ ജയിക്കും. ചാലക്കുടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ രവീന്ദ്രനാഥ് മാഷ് ലളിത ജീവിതമാണ്, നല്ല മനുഷ്യനാണ്, നമുക്കൊക്കെ സ്നേഹിക്കാൻ തോന്നും. മാഷി അങ്ങോട്ടും മാഷി ഇങ്ങോട്ടും സ്നേഹിക്കും. പക്ഷേ ബെന്നി ബെഹനാന്റെ ഇലക്ഷൻ മാനേജ്മെന്റിനെ മറികടക്കാനുള്ള ഇതൊരു വേറെ സംഗതിയാണല്ലോ ഇലക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ. അവിടെ രവീന്ദ്രനാഥ് മാഷ്ക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബെന്നി ബെഹനാൻ ജയിക്കും. എറണാകുളത്ത് നേരത്തെ പറഞ്ഞതുപോലെ പെട്ടെന്ന് പറയാം, ഹൈബി ഈഡൻ ജയിക്കും. ഇടുക്കിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ മലയോര മേഖലയിലെ ശക്തമായ ജനരോഷമുണ്ടല്ലോ, ഈ വന്യജീവികളുടെ ശല്യം, അത് ഏറ്റവും കൂടുതൽ അലയടിക്കാൻ പോകുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് ഇടുക്കി. അവിടെ ഡീൻ കുര്യാക്കോസെ ജയിക്കൂ, ജോയ്സ് ജോർജ് തോൽക്കും. മാവേലിക്കരയിലേക്ക് വന്നു കഴിഞ്ഞാൽ കൊടിക്കുന്നിൽ സുരേഷിന്റെ വ്യക്തിപ്രഭാവം കൊണ്ടല്ല, ആ മണ്ഡലത്തിന്റെ പൊതു സ്വഭാവം കൊണ്ട് അത് UDF-നൊപ്പം നിൽക്കുന്ന മണ്ഡലമാണ്. അവിടെ CPIക്ക് ചാൻസ് ഇല്ല. കൊടിക്കുന്നിൽ സുരേഷ് വീണ്ടും ജയിക്കും. ആലപ്പുഴയിലേക്ക് വന്നു കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞ ആരിഫ് എന്ന കനൽ കെടും. KC വേണുഗോപാൽ ജയിക്കും. പിന്നീട് വിശദീകരിക്കണമെങ്കിൽ വിശദീകരിക്കാം. കൊല്ലത്ത് നമ്മൾ പലപ്പോഴും ക്ലീഷയാണ് 8-10 ആകുമ്പോഴേക്കും തോൽക്കുമെന്ന് പറയുന്ന പോലെ മുകേഷ് തോൽക്കും. പ്രേമചന്ദ്രൻ തന്നെ ജയിക്കും. തിരുവനന്തപുരത്ത് തരൂർ ബ്രാൻഡിനെ തന്നെയായിരിക്കും ഇപ്പോഴും ഈ 2024-ലും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം വരവേൽക്കാൻ പോകുന്നു, സ്വീകരിക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞ ഷാനോസ് ഈ 14 നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? ശരി. LDF-ന് വടകര ഉറപ്പായും ശ്രീജ, ആലത്തൂർ ഉറപ്പായും, തൃശ്ശൂർ ഇഞ്ചോടിഞ്ചാണ്. പക്ഷേ സുനിലേട്ടൻ തന്നെ ജയിക്കും. കോട്ടയം, പത്തനംതിട്ട, ആറ്റിങ്ങൽ ഇതെല്ലാം LDF-ന് ഉറപ്പായും പ്രതീക്ഷിക്കാവുന്ന മണ്ഡലങ്ങളാണ്. ശരി. LDF-ന് ഉറപ്പിച്ചു നിർത്താൻ പറ്റുന്ന മണ്ഡലങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഷാനോസ് വിലയിരുത്തുന്നത്? സുബീഷിനോട് നന്ദി പറയുന്നു. 6 സീറ്റ് LDF-ന് മാറ്റി വെച്ചത്. അതായത് സുബീഷ് വടക്കുന്ന് തെക്കോട്ടേക്ക് ഒരു യാത്ര അതിവേഗം പ്രഖ്യാപിക്കുന്നു. 16 സീറ്റിൽ UDF, 14 സീറ്റിൽ UDF, വെറും 6 സീറ്റിൽ LDF എന്നുള്ളതാണ് സുബീഷിന്റെ കണക്ക്. പക്ഷേ ആ കണക്കത്ര ശരിയാവാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന കേരളത്തിൽ ചുറ്റിക്കറങ്ങുന്ന ചില വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മാത്രമാണ് സുബീഷ് ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. സുബീഷിൻ്റെ വിശ്വാസമാവട്ടെ. അതായത് LDF-ന് ഈ തെരഞ്ഞെടുപ്പിൽ 8 മുതൽ 10 വരെ സീറ്റ് കിട്ടാനുള്ള എല്ലാ സാധ്യതകളും ഇത്തവണയുണ്ട്. അതായത് നമ്മൾ തെക്കുന്ന് വടക്കോട്ട് പിടിക്കാം. ഇപ്പോൾ ഒന്ന് ആറ്റിങ്ങൽ എന്ന് പറയുന്നത് ബി ജോയി CPM-ൻ്റെ ജില്ലാ സെക്രട്ടറിയാണ്. ഒരു CPM ജില്ലാ സെക്രട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജില്ലയിലെ ആകമാനം പാർട്ടിയെ ഇങ്ങനെ കൊണ്ട് നടക്കുന്ന ആ പാർട്ടി മിഷനറി മൊത്തത്തിൽ ചലിപ്പിക്കാൻ കഴിവുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് ഒരു ജില്ലയിലെ ജില്ലാ സെക്രട്ടറി. ആ ജില്ലാ സെക്രട്ടറിയാണ് മത്സരിക്കുന്നത്. പ്രമുഖരെ തോൽപ്പിച്ച് MLA വന്ന ആളാണ്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വലിയ തോതിൽ പങ്കുവയ്ക്കാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് എങ്ങനെ ജയിക്കണമെന്നറിയാവുന്ന ഒരു പ്രധാനപ്പെട്ട കാൻഡിഡേറ്റാണ് വിജയ്. LDF നേടുമെന്നാണ് ഞാനും പറഞ്ഞിട്ടുള്ളത്. അല്ല, നിങ്ങൾ ആകെ 6 തന്നിട്ടുള്ളൂ. പിന്നെ അടുത്ത് പറയാനുള്ളത് ആലപ്പുഴയാണ്. ആലപ്പുഴ നിങ്ങൾ കനൽ കേടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു കനൽ, ആ കനൽ കേടും മറ്റാരുടെ ചിലപ്പോൾ കിട്ടിയേക്കാം എന്ന സാധ്യത പങ്കുവെക്കുമ്പോൾ ഇതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ എങ്ങനെ ആളെ പിടിക്കാം, എങ്ങനെ വോട്ട് സമാഹരിക്കാം എന്ന് ചരിത്രത്തിൽ തെളിയിച്ചിട്ടുള്ള ആളാണ് ആരിഫ്. നിയമസഭയിൽ മത്സരിക്കുന്ന സമയത്ത് 5000 വോട്ടിനെങ്കിലും തോൽക്കും എന്ന് CPM പ്രവചനത്തെ അപ്രസക്തമാക്കി 30,000 വോട്ടിന് ജയിച്ച ആളാണ് ആരിഫ്. കാരണം ആരിഫിന് സ്വന്തമായി വോട്ട് ബേസ് ഉള്ള ഒരു മണ്ഡലമാണ്. പക്ഷേ KC വേണുഗോപാലിന്റെ പ്രഭാവത്തെയൊക്കെ മറികടക്കാൻ പറ്റും. നമുക്ക് ആ മണ്ഡലം പെട്ടെന്ന് പറഞ്ഞൊന്നും പോയാലോ, എന്നിട്ട് നമുക്ക് ഒരു വിശകലനത്തിലേക്ക് അടുത്ത ഘട്ടത്തിൽ വരാം. ഓക്കെ. പിന്നെ കണക്കാക്കുന്ന ഒരു മണ്ഡലം മാവേലിക്കരയാണ്. മാവേലിക്കര ഒരു പുതുതലമുറ ചെറുപ്പക്കാരൻ CPയുടെ നേതാവ് അരുൺകുമാർ അവിടെ വരുന്നു. കഴിഞ്ഞ കുറേ കാലമായിട്ട് കോൺഗ്രസ് നേതാവായിട്ടുള്ള, കഴിഞ്ഞ കുറേ കാലമായി MP ആയി തുടരുന്ന കൊടിക്കുന്നിൽ സുരേഷാണ് അവിടെ മത്സരിക്കുന്നത്. കൊടിക്കുന്നിൽ സുരേഷ് എൻ്റെ ജനപ്രീതി ആ മേഖലയിൽ ഇടിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്
പലതരത്തിലുള്ള അന്വേഷണങ്ങൾ കൊണ്ട് എനിക്ക് വ്യക്തമാകുന്നു. അതുകൊണ്ട് ഒരു പുതിയ ചെറുപ്പക്കാരൻ നില അരുൺകുമാറിന് അവിടെ വലിയ സാധ്യത കൽപ്പിക്കുന്നു. ഏതാണ്ട് LDF ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു സീറ്റാണ് മാവേലിക്കര. പത്തനംതിട്ട ഡോക്ടർ തോമസ് ഐസക് കഴിഞ്ഞ 5 വർഷക്കാലത്തിലേറെയായിട്ട് മണ്ഡലത്തിൽ എല്ലാ സമയമുള്ള ആളാണ്. പിന്നെ അതുപോലെ തോമസ് ഐസക്കിനെ പ്രത്യേകിച്ച് പത്തനംതിട്ടക്കാർക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കേരളത്തിലെ ഒരുപാട് മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ്. അതുകൊണ്ട് തോമസ് ഐസക്കിനെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ UDFിൻ്റെ കാൻഡിഡേറ്റ് വീക്കായിട്ടുള്ളൊരു 20 മണ്ഡലങ്ങൾ ഒന്നാണ് പത്തനംതിട്ട. അതുകൊണ്ട് പത്തനംതിട്ട LDFിന് ഉറപ്പിച്ച് പോകാൻ പറ്റുന്ന ഒരു മണ്ഡലമാണ്. കോട്ടയം LDFിൻ്റെ സിറ്റിംഗ് സീറ്റാണ്. കേരള കോൺഗ്രസ്സാണ് മത്സരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അതിനപ്പുറത്തേക്ക് ഫ്രാൻസിസ് ജോർജിന് വിജയം ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അവിടെ തോമസ് ചാഴികാടൻ തന്നെ വിജയിച്ചു വരും. പിന്നെ പോകുന്നത് അതും നിങ്ങൾ പറഞ്ഞ പിന്നുള്ളത് ചാലക്കുടിയാണ്. ചാലക്കുടിയെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞത് രവീന്ദ്രനാഥ് സാറ് മാഷ് നല്ല മനുഷ്യനാണ്, നമുക്ക് സ്നേഹിക്കാൻ തോന്നും, നമ്മളെ സ്നേഹിക്കും എന്നൊക്കെ പറഞ്ഞെങ്കിലും പക്ഷെ നിങ്ങൾ പരാജയപ്പെടുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ബെന്നി ബെഹനാൻ കഴിഞ്ഞ 5 വർഷം എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും ചൂണ്ടിക്കാണിക്കാൻ സുബീഷ് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. രാഷ്ട്രീയമായി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഇങ്ങനെ വരയ്ക്കേണ്ടി വരും. അതിനപ്പുറത്തെ പക്ഷേ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ജയിക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ എനിക്ക് അങ്ങനെയല്ല. എനിക്ക് രാഷ്ട്രീയമായി ആ മണ്ഡലം ജയിച്ചു വരാൻ സാധ്യതയുള്ളൊരു മണ്ഡലമായിട്ട് മാത്രമേ കണക്കാക്കാൻ കഴിയുന്നുള്ളൂ. കാരണം സി രവീന്ദ്രനാഥിനെ പോലുള്ള ഒരു മനുഷ്യൻ മന്ത്രിയായിരുന്നു. അതുപോലെ തന്നെ ലോക്സഭയിൽ കഴിവ് തെളിയിക്കാൻ കഴിയും. കാരണം അപ്പോൾ അത്തരം ഒരു സാധ്യതയിലേക്ക് കടന്നാൽ സി രവീന്ദ്രനാഥ് ജയിക്കും. അതിനുള്ള സാധ്യതയെല്ലാം ഞാൻ ചാലക്കുടിയിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ തൃശ്ശൂർ മണ്ഡലം, അത് നിങ്ങൾ പ്രധാനമായിട്ടും സുനിലേട്ടൻ ജയിക്കും എന്ന് സ്നേഹവായ്പോട് പറഞ്ഞ മണ്ഡലമാണ്. സ്വാഭാവികമായിട്ടും എത്ര മുരളി എഫക്റ്റ് വന്നാലും പത്മജ എഫക്റ്റ് വന്നാലും സുരേഷ് ഗോപി വന്നാലും ഒക്കെ ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലമായിട്ട് LDFിന് പ്രധാനമായി കണക്കാക്കാൻ കഴിയുന്ന മണ്ഡലമാണ് തൃശ്ശൂർ. വിജയം അതെ. പക്ഷേ അടുത്തതായിട്ട് ആലത്തൂരാണ്. ആലത്തൂർ CPM ഇപ്പോൾ തന്നെ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന നിലവിൽ മന്ത്രിയാണ്. അവിടെ വലിയ തരത്തിലുള്ള പിന്തുണ കിട്ടിയിരിക്കുന്നു. കഴിഞ്ഞ തവണ രമ്യക്ക് കിട്ടിയ പിന്തുണ ഇത്തവണ ഇല്ല. എല്ലാം കൊണ്ടും പരിശോധിക്കുമ്പോഴത്തേക്ക് കഴിഞ്ഞ ദിവസമൊക്കെ കണ്ട പ്രസംഗങ്ങൾക്ക് പറഞ്ഞാൽ ജനങ്ങൾ ഒരു മനുഷ്യൻ ഒരു തവണ കേട്ടാൽ രാധാകൃഷ്ണൻ സഖാവ് ജയിക്കും. അതാണ് അവിടുത്തെ ഒരു കളം. അതുകൊണ്ട് നമുക്ക് ആ സീറ്റ് ഉറപ്പിച്ചു പോകാൻ കഴിയുന്നതാണ്. CPM അങ്ങനത്തെ ഒരു ലിസ്റ്റാണ്. നമ്മൾ തുടക്കത്തിലൊക്കെ ഇതെന്ത് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴത്തേക്കും എല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ തോമസ് ഐസക്കിനെ നിങ്ങൾ ലോക്സഭയിലേക്ക് അയക്കൂ. അവിടെ ഏറ്റവും നന്നായി പെർഫോം ചെയ്യാൻ കഴിയുന്ന ഒരു നേതാവ് എന്ന നിലയ്ക്ക് തന്നെയാണ് തോമസ് ഐസക്. അല്ലെങ്കിൽ K രാധാകൃഷ്ണൻ ഒരു ദളിത് മുഖമാണ്, ഈ രാജ്യത്ത് ഇനി ഉയർന്നു വരേണ്ട ശബ്ദമാണ്. അങ്ങനെ ശൈലജ ടീച്ചർ CPMന്റെ ലിസ്റ്റ് അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും നല്ലൊരു ലിസ്റ്റ് തന്നെയാണ്. നമ്മൾ അതെ, വടകരയിൽ കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിൽ വരുമ്പോഴത്തേക്ക് ഒരു മാസ് എൻട്രിയാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറത്തേക്കാണ് ഭയങ്കര ആൾക്കൂട്ടം. കഴിഞ്ഞ ദിവസം എന്താ സംഭവിച്ചത്? CA വിജ്ഞാപനം വരുന്നതിന് തൊട്ട് പിന്നാലെ വലിയ പ്രകടനം ശൈലജ ടീച്ചറുടെ നേതൃത്വത്തിൽ വടകര നടക്കുന്നു. എന്തും മനുഷ്യന്മാരാണ് പങ്കെടുക്കുന്നത് എന്ന് വെച്ചാൽ അവിടെ എത്ര പുറത്തുനിന്ന് ആളെ കൊണ്ടുവന്ന് UDF എത്ര ചന്ദ്രഹാസം വിളക്കിയാലും ജയിക്കാൻ കഴിയുന്ന മണ്ഡലമായി CPMന് കണക്കാക്കാൻ കഴിയുന്നു വടകര. അവിടെ KK ശൈലജ ടീച്ചർ ജയിക്കും. അല്ല, ആൾക്കൂട്ടമൊന്നുമല്ല വോട്ട് നിർണ്ണയിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സുരേഷ് ഗോപിയൊക്കെ 2010 പക്ഷേ വേറെ കാര്യമുണ്ട്. നമ്മൾ ഇതേ ആൾക്കൂട്ടത്തെ കുറിച്ച് കഴിഞ്ഞ ദിവസം പറയുമ്പോൾ ഷാഫി എന്തൊരാളെ സംഘടിപ്പിച്ച് ഷാഫിയുടെ ജയം ഉറപ്പാന്നാണ് പറയുന്നത്. പക്ഷേ അതേ സമയത്ത് പത്താമത്തെ മണ്ഡലം കണ്ണൂരാണ്. അവിടെയും CPM ജില്ലാ സെക്രട്ടറിയാണ് മത്സരിക്കുന്നത്. നിസ്സാരക്കാരനല്ല. കഴിഞ്ഞ ഏറെക്കാലമായി CPM സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ടായിരുന്നു. DYFയുടെ മുൻ ഭാരവാഹിയാണ്. ജില്ലയിൽ ആകമാനം നിറഞ്ഞു നിൽക്കുന്ന പ്രധാനപ്പെട്ട പൊളിറ്റീഷ്യൻ. നമ്മൾ സുധീഷ് മുമ്പേ പറഞ്ഞ പോലെ സുധാകരേട്ടൻ നേടും എന്താ പറഞ്ഞ നിസ്സാരമായി കാണാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ചില ഫാക്ടർ ഉണ്ട്. അത് നമുക്ക് തുറന്ന് സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. പേരാവൂരും ഇരിക്കൂറും ഒക്കെ സുധാകരന്റെ ലീഡ് വർദ്ധിപ്പിച്ചത് അവിടെ K സുധാകരൻ തന്നെയാണ് സാധ്യത. ഞാൻ ഈ മട്ടന്നൂരും ധർമ്മടവും മറന്നോടല്ല സംസാരിക്കുന്ന, അതിലേക്ക് പിന്നീട് വരാം. ശരി, അടുത്തത് UDFന് അവിടെ ആവും ചിലപ്പോൾ ഒരു ചെറിയ വ്യത്യാസം. കാരണം ഒരു 4 എണ്ണം കൂടുതൽ ഓൾറെഡി സുബീഷ് കൊടുത്തിട്ടുണ്ടല്ലോ. ആ വ്യത്യാസം വരാതെ നിങ്ങൾ യോജിക്കുന്ന മണ്ഡലങ്ങൾ ഏതാണെന്ന് ഞാനൊന്ന് സുബീഷ് അഭിപ്രായത്തെ ഗണ്ണിച്ച് പറയാൻ കഴിയാത്ത ചില സംഗതികളുണ്ട് UDFന്. അത് എനിക്ക് ഗണ്ണിക്കാൻ പറ്റത്തില്ല. തിരുവനന്തപുരം എനിക്ക് സുബീഷിന്റെ അഭിപ്രായത്തിനൊപ്പം തന്നെ നിൽക്കാം. തിരുവനന്തപുരത്ത് ശശി തരൂർ ജയിക്കും. വലിയ മത്സരമൊക്കെ ഉണ്ടായെങ്കിലും ത്രികോണ മത്സരത്തിലേക്ക് ഘട്ടത്തിലേക്ക് കടക്കുന്നു പറഞ്ഞാൽ പോലും ശശി തരൂർ ജയിക്കും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കൊല്ലം നമ്മൾ ചിലപ്പോൾ രാവിലെ 10 മണിക്ക് ചോദിച്ചാൽ അതിശോക്തിയായി പോകും. അതല്ല, അതിനപ്പുറത്തേക്ക് മുകേഷ് വോട്ടൊക്കെ പിടി. അല്ല, കഴിഞ്ഞ എല്ലാ തവണത്തെയും കൂട്ട് ഒറ്റയടിക്ക് രാവിലെ ബാലറ്റ് പെട്ട് തുറക്കുമ്പോഴേ ജയിച്ചു എന്നൊന്നും പറയാൻ കഴിയത്തില്ല. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. 8:30-ക്കില്ല, 10 മണിക്കും ഇല്ല, കുറച്ചൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ. പക്ഷേ വോട്ട് പിടിക്കും. പിന്നെ ചൂണ്ടിക്കാണിക്കാനുള്ളത് IB ഈഡൻ എറണാകുളത്ത് KJ ഷൈൻ ആണ് അവിടെ എതിർ സ്ഥാനാർത്ഥി. KJ ഷൈൻ
അങ്ങനെ പറയാൻ കഴിയത്തില്ല. ഒരു പുതുമുഖ സ്ഥാനാർത്ഥി ഒരു ഉണ്ട്. അവിടെ പരീക്ഷണം പാളും, CPM-ന്റെ പരീക്ഷണം പാളുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനുശേഷം വയനാട് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. UDF കേരളത്തിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള മണ്ഡലമാണ് വയനാട്. നമുക്ക് പറയണ്ട, രാഹുൽ ഗാന്ധി ഉള്ളതുകൊണ്ട് മാത്രം നമ്മൾ ചർച്ചകളിലൂടെ കടന്നു വരുന്നത്. നമുക്ക് ഈ അക്കങ്ങൾ വെച്ച് കണക്കാക്കേണ്ട ഒരു മണ്ഡലമല്ല വയനാട്. അതുകൊണ്ട് അങ്ങനെ പോട്ടെ. മലപ്പുറവും പൊന്നാനി ചേർത്ത് പറയാം. മലപ്പുറവും പൊന്നാനി വോട്ടിങ്ങനെ ബാങ്കിൽ കൊണ്ട് അട്ടിയടിക്കുന്ന ആണ് സുബീഷ് അഭിപ്രായപ്പെടുന്നത്. അതെ, പക്ഷേ എനിക്ക് അതിനകത്തൊരു തർക്കമുണ്ട്. ഞാനിനി വരുന്ന ആ തർക്കത്തിലേക്കൂടെ വരുന്നത്. കോഴിക്കോട്, കാസർഗോഡ്, പാലക്കാട്, പൊന്നാനി, ഇടുക്കി, ഇത്തരം മണ്ഡലങ്ങളിൽ ശക്തമായ മത്സരമാണ്. അവിടെ LDF ജയിക്കും, UDF ജയിക്കും എന്ന് നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിയില്ല. എനിക്ക് തോന്നുന്നത് നമ്മൾ ഇത് ആദ്യഘട്ടത്തിലാണ് പറയുന്നത്. നമ്മൾ ആദ്യഘട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞു. നമ്മൾ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസവും, അതായത് നമ്മൾ വോട്ടിങ്ങിന്റെ തലേ ദിവസം പോലും നമുക്ക് നിശ്ചയിക്കാൻ കഴിയാത്ത വണ്ണം ചില ഘടകങ്ങളുള്ള മണ്ഡലങ്ങളാണ് കോഴിക്കോട്, കാസർഗോഡ്, പാലക്കാട്, പൊന്നാനി, ഇടുക്കി എന്നീ സ്ഥലങ്ങൾ. അവിടെ മോശമല്ലാത്ത രീതിയിൽ LDF പെരുമാറും. LDF-ന് അത്യാവശ്യം വോട്ട് കിട്ടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ്. ഇവിടെയൊന്നും ജയിച്ചു വരില്ല എന്ന് സുബീഷ് പറഞ്ഞതുപോലെ ഇവിടെ ജയിക്കുകയില്ല, ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. അവിടെ 50-50 ചാൻസ് ഉള്ള മണ്ഡലങ്ങളാണ് ഞാൻ ഈ കണക്കാക്കുന്നത്. ഞാനിപ്പോൾ ഈ രണ്ടുപേരുടെയും കണക്ക് നോക്കിയപ്പോൾ അതിനകത്ത് 10 മണ്ഡലങ്ങൾ നിങ്ങൾ രണ്ടുപേരും UDF-ന് ഒരുപോലെ ഉറപ്പിച്ച് പറയുന്നുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, മലപ്പുറം, പൊന്നാനി, വയനാട്, കോഴിക്കോട്, പാലക്കാട്, കാസർഗോഡ്, ഇടുക്കി. ഈ മണ്ഡലങ്ങൾ നിങ്ങൾ രണ്ടുപേരും UDF-ന് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. ഇതങ്ങനെ യാദൃച്ഛികമായി വന്നതാണോ? അത് യാദൃശ്ചികമല്ല ശ്രീജ, അത് കൃത്യമാണ്. ഇപ്പോൾ മണ്ഡലങ്ങൾ വായിച്ചല്ലോ ശ്രീജ. തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, മലപ്പുറം, വയനാട്, കോഴിക്കോട്, പാലക്കാട്, കാസർഗോഡ്, പൊന്നാനി, ഇടുക്കി. ആ മണ്ഡലങ്ങളുടെ ഒരു സ്വഭാവം നോക്കൂ. കാലങ്ങളായി അവിടെ അനുവർത്തിച്ചു വരുന്ന ആ മണ്ഡലത്തിൻ്റെ ഒരു പൊതു രാഷ്ട്രീയ സ്വഭാവം എന്ന് പറയുന്നത് അത് UDF-ന് അനുകൂലമാണ്. ഇപ്പോൾ അവിടെ UDF-ന്റെ ഇപ്പം ഞാൻ നേരത്തെ മാവേലിക്കരയുടെ കാര്യം പറഞ്ഞ പോലെ കൊടിക്കുന്നിൽ സുരേഷിനോട് വിയോജിപ്പുള്ള ആളുകൾ ഉണ്ടായിരിക്കാം. കൊടിക്കുന്നിൽ സുരേഷ് അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ശശി തരൂർ ചിലപ്പോൾ ഹൈമാസ്റ്റ് ലൈറ്റുകൾ മാത്രമേ സ്ഥാപിച്ചിട്ടുണ്ടാവുകയുള്ളൂ. പക്ഷേ ആ മണ്ഡലം ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ UDF-നെ കാര്യമായി പിന്തുണയ്ക്കുന്ന മണ്ഡലമാണ്. പല മണ്ഡലങ്ങളും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ LDF-നെ പിന്തുണയ്ക്കുന്ന മണ്ഡലമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പറയുന്നത് ഈ 10 നേരത്തെ ഷാനോസ് തന്നെ സമ്മതിച്ച ആ 10-ൽ ശ്രീജ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി അതാണ്. അങ്ങനെ പറയാൻ പറ്റത്തില്ല ശ്രീജ. അതായത് ഈ 10 മണ്ഡലങ്ങൾ അതിനകത്ത് തന്നെ പരിശോധിക്കുക. കോഴിക്കോട്, കാസർഗോഡ്, പൊന്നാനി, ഇടുക്കി, പാലക്കാട്, ഇതിനകത്ത് UDF ജയിക്കും എന്ത് ആത്മവിശ്വാസമാണ് പറയുന്നത്? UDF ജയിക്കും. ഇവിടെ LDF-ന് സാധ്യതയുണ്ടെന്ന് പറയാൻ കാര്യം ഇപ്പം നിങ്ങൾ കോഴിക്കോട് നോക്കാം. കോഴിക്കോട് എളമരം കരീമിനെ പോലെ രാജ്യസഭയിൽ വലിയ തോതിൽ പ്രതിപക്ഷത്തിൻ്റെ ആകെ നാവായി മാറാൻ കഴിഞ്ഞൊരു പ്രധാനപ്പെട്ട ലീഡറാണ്, CA2-ന്റെ നേതാവാണ്. പക്ഷേ ഞാൻ പറയട്ടെ, MK രാഘവനെ പോലെ ഇപ്പോൾ ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ MK രാഘവനെ പോലെ 3 തവണ MK രാഘവൻ ഓരോ തവണയും ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചു വന്ന ഒരേ ഒരു കാൻഡിഡേറ്റ് MK രാഘവൻ. ലോക്സഭയിൽ ഇവരൊക്കെ ഇത് നമുക്ക് പരിശോധിക്കാം. അതെ, നമ്മൾ ഈ മണ്ഡലത്തിന്റെ ഒരു സ്വഭാവത്തെ പറ്റിയാണല്ലോ പറഞ്ഞത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ പാലക്കാടൊക്കെ നല്ല ഇടതിന് വേരോട്ടമുള്ള ഒരു ഇടത് മണ്ണാണ് പാലക്കാട്, അല്ലേ? കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? കെ മുരളീധരനെ വടകരയിൽ നിന്നും തൃശ്ശൂരിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ്. പകരം ഷാഫിയെയാണ് വടകരയിലേക്ക് വിട്ടിരിക്കുന്നത്. ഇത് അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മണ്ടത്തരമാണ് എന്ന് ഞാൻ പറയൂ. കാരണം പാലക്കാട് നിയമസഭാ തിരഞ്ഞെടുപ്പ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവിടെ 2ാം സ്ഥാനത്ത് വന്ന ആരാ? ശ്രീധരനാണ്. പാലക്കാട് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തുടർച്ചയായി 2 തവണയും 2ാം സ്ഥാനത്ത് വന്നത് BJP-യാണ്. പാലക്കാട് കോർപ്പറേഷൻ ഭരിക്കുന്നത് തുടർച്ചയായി 2 തവണയും BJP-യാണ്. ഷാഫി എങ്ങാനും ജയിച്ചാൽ വടകരയിൽ ശൈലജ ടീച്ചറെ ജയിക്കൂ എന്നാണ് നമ്മുടെയും ഇപ്പോഴത്തെ ഈ അനുമാനം. ഷാഫി എങ്ങാനും ജയിച്ചാൽ, പറയട്ടെ ഷാനോസേ, ഷാഫി എങ്ങാനും ജയിച്ചാൽ വടകരയിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് BJP പിടിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ സംശയമൊന്നുമില്ല. കാരണം BJP ഗ്രൗണ്ട് രാഷ്ട്രീയ മണ്ഡലത്തിന് മുഴുവൻ കാണിക്കുകയും ചെയ്യും, UDF ജയിക്കുകയും ചെയ്യും. ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ BJP-യുടെയും പരിവാർ പ്രസ്ഥാനങ്ങളുടെയും ഒരു സംഘടനാ സംവിധാനം മുഴുവൻ പാലക്കാട് ഫോക്കസ് ചെയ്യപ്പെടും. അവിടെ BJP രണ്ടാളെ ഞാനൊരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ, നമ്മൾ LDF-ന്റെ UDF-ന്റെ വക്താക്കളല്ല, നമ്മൾ
ചർച്ച ചെയ്യാനിരിക്കുകയാണ്. നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് രാഷ്ട്രീയമായ പോകാം. തീരുമാനം അതെ, അതെ. പോകുമ്പോൾ ആ പാർട്ടി നല്ലതും അത് ജയിക്കുമെന്ന് പറയുകയും അത് നല്ലതാണെന്ന് പറഞ്ഞില്ലേ? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് UDF-ന് ഗുണം ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ശരി എന്തായാലും ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഷാനോസിന് വലിയ അവകാശവാദം ഇല്ല എത്ത മട്ടിലാണ് ഷാനോസ് തുടങ്ങിയതെങ്കിലും പക്ഷെ പറഞ്ഞു വന്ന ഏതാണ്ട് ഒരു 15 LDF-നും 5 UDF-നും പറഞ്ഞു വന്നപ്പോൾ ഉറപ്പിക്കുകയാണ്. അതിനെയാണ് ഞാൻ ചോദ്യം ചെയ്തത്. ശരി, ഇതിൽ എന്തായാലും ഏറ്റക്കുറച്ചിൽ ഉണ്ടാവാനുള്ള സാധ്യത ഏറെയാണ് അല്ലേ? ഏറ്റക്കുറച്ചിലുണ്ടാവാം. പക്ഷേ ഞാൻ തുടങ്ങിയത് ഒരു സീറ്റിൽ നിന്നാണ് തുടങ്ങിയത്. അല്ല, ഏറ്റവും ഉണ്ടാവാം കുറച്ചില്. ഞാൻ ഒരു സീറ്റിൽ തുടങ്ങിയത്. UDF-ന് ഏറ്റവും ഉണ്ടാവാം. ഞാൻ ഒരു സീറ്റിൽ നിന്ന് 10 സീറ്റിലേക്ക് എത്തുന്നതാണോ? അല്ല, ഒരു സീറ്റിൽ നിന്ന് ഞാൻ 6 ആക്കി തന്നില്ലേ? ശരി, ഷാനോസ് 6-ൽ ഉറപ്പിച്ചു അല്ലെ? 6-ൽ കുറയില്ല. അതെങ്ങനെ 6 അല്ല, LDF-ന് ഞാൻ പറഞ്ഞല്ലോ, അത് 6 അല്ല, അത് 8 അല്ല, അത് 10ലേക്ക് കടന്നു. 50-50 അല്ല, 10 സീറ്റ് LDF-ന് ഉറപ്പിക്കാം. ശരി, പോയിട്ട് ഏതാണ്ട് 5 സീറ്റിൽ ശക്തമായ മത്സരം നടക്കുന്നു. അവിടെ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ മണ്ഡലങ്ങളിൽ കോഴിക്കോട്, കാസർഗോഡ്, പൊന്നാനി, ഇടുക്കി, പാലക്കാട്, ഇവിടെ നിങ്ങൾക്ക് എങ്ങനെ ഉറപ്പിക്കാൻ കഴിയുന്നത് ഇവിടെ ഇന്നയാൾ ജയിക്കുമെന്ന്? അവിടെ ശക്തമായ മത്സരം നടക്കുന്നത്. പാലക്കാട് നമ്മൾ പറയുന്നു അവിടെ VK ശ്രീകണ്ഠൻ പ്രധാനപ്പെട്ട നേതാവാണ്, മത്സരിക്കും, ജയിക്കും എന്ന് പറയുന്നത്. അവിടെ CPM നിയോഗിച്ചേക്കുന്നത് CPM-ന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറായിട്ടുള്ള വിജയരാഘവനെയാണ്. രമ്യ ഹരിദാസിനെയൊക്കെ ആലത്തൂരിൽ വിജയിപ്പിച്ചതിൽ നിർണായകമായ പങ്ക് വഹിച്ച ആളാണ്. ഇത്തവണ ഞാൻ ജയിക്കുമെന്ന് ഞാനും നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. VS സുനിൽകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ കൺവെൻഷനിൽ വിജയരാഘവൻ പ്രസംഗിക്കുക ശ്രീജ. അപ്പോൾ CPM-കാരും CPI-കാരും ഒക്കെ ഇങ്ങനെ ഇദ്ദേഹത്തിൻ്റെ വായിൽ നിന്നും പത്മജയ്ക്കെതിരെ ഒരു വാക്ക് പോലും പുറത്തു വരരുതേ എന്നിങ്ങനെ കൈകൂപ്പി പ്രാർത്ഥിച്ചു നിൽക്കുകയാണ്. കാരണം എന്താ, വന്നു കഴിഞ്ഞാൽ അതും പ്രശ്നമായിട്ട് മാറും. കഴിഞ്ഞ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രമ്യ ഹരിദാസിന് അനുകൂലമായി വന്ന വോട്ടുകളിൽ കൂടുതലും ഈ വിജയരാഘവന്റെ സംഭാവന. വിജയരാഘവന്റെ മുൻപുണ്ടായ ചില പ്രസ്താവനകൾ സത്യത്തിൽ അദ്ദേഹത്തിന് തിരിച്ചടിയാവുന്ന ജനസമ്മതി ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അംഗമാണ്. ഞാൻ പറഞ്ഞത് ഈ പാർട്ടി പോളിറ്റ് ബ്യൂറോ മെമ്പർ മത്സരിക്കുമ്പോൾ വെറുതെ ഇരിക്കാൻ CPM-മാർക്ക് പറ്റത്തില്ല. ഇടതുപക്ഷം ഒന്നാകെ ശരിയാണ്. ആ പാർട്ടി സംവിധാനത്തിന് ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തേ മതിയാവും, അതിലൊരു സംശയമില്ല. നമുക്ക് തർക്കം നിർത്തിയിട്ട് നിങ്ങൾ രണ്ടുപേരും ഒരുപക്ഷെ മറന്നുപോയതാണോ അതോ മനഃപൂർവ്വം വിട്ടുകളയാണോ എന്ന് എനിക്കറിയില്ല. ഈ തെരഞ്ഞെടുപ്പിൽ BJP എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഒരുപക്ഷെ അവർക്ക് വിജയിക്കാനായേക്കില്ല. പക്ഷേ പല മണ്ഡലങ്ങളിലും വിജയ പരാജയങ്ങളെ നിർണ്ണയിക്കുന്നതിൽ BJP ഒരു പ്രധാനപ്പെട്ട ഘടകമാകും എന്ന്. കേരളത്തിലെ വോട്ടിങ്ങിൽ സ്വാധീനിക്കില്ലേ? ഇപ്പോൾ തൃശ്ശൂരിൽ ആരാണ് BJP എത്ര വോട്ട് പിടിക്കുമെന്നത് മറ്റ് 2 മുന്നണികളെയും സ്വാധീനിക്കും. പാലക്കാട് സ്വാധീനിക്കും, തിരുവനന്തപുരത്ത് സ്വാധീനിക്കും ഇല്ലേ? 6 മണ്ഡലങ്ങളിലെങ്കിലും മിനിമം കേരളത്തിലെ വോട്ടിങ്ങിൽ മണ്ഡലത്തിലെ വോട്ടിങ്ങിൽ അത് പ്രകടമാകുന്നു. എന്നാ ശരി, സുബീഷ് പറയൂ, ഈ തെരഞ്ഞെടുപ്പിൽ BJP-യുടെ പ്രകടനം കേരളത്തിൽ എങ്ങനെയായിരിക്കും? കേരളത്തിൽ ഒറ്റ സീറ്റും കിട്ടാൻ പോകുന്നില്ല. രാഷ്ട്രീയ വിലയിരുത്തൽ നടത്തുമ്പോഴത്തേക്ക് എങ്ങനെയാണ് ഏകപക്ഷീയമായിട്ട് അങ്ങ് നിങ്ങൾ പറയൂ, മണ്ഡലങ്ങൾ പറയൂ. പ്രധാനമായിട്ടും 3 മണ്ഡലങ്ങൾ, അവരുടെ A ക്ലാസ് മണ്ഡലങ്ങളൊക്കെ വിടാം. നമ്മുടെ മുമ്പിലുള്ള 3 മണ്ഡലങ്ങൾ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തൃശ്ശൂർ, തിരുവനന്തപുരം, പാലക്കാട്. എന്താ അവിടെ കുറവ്? ശരി, തിരുവനന്തപുരവും പാലക്കാടും ഞാൻ യോജിക്കുന്നു. കാരണം തിരുവനന്തപുരത്ത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 2014 ലോക്സഭാ ഒരു സാമാന്യവൽക്കരണത്തിന് ഞാൻ ഡാറ്റ വെച്ചിട്ട് സംസാരിക്കുന്നത്. 2019-ലും 2014-ലും BJP കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2ാം സ്ഥാനത്ത് വന്നിട്ടുള്ള ഒറ്റ മണ്ഡലമേ ഉള്ളൂ, അത് തിരുവനന്തപുരമാണ്. നിയമസഭാ സീറ്റ് ഏറ്റവും ആദ്യം BJP-ക്ക് ചരിത്രത്തിൽ ആദ്യമായി കൊടുക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നേമത്താണ്. പാലക്കാട് ഞാൻ സമ്മതിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും 2ാം സ്ഥാനത്ത് BJP വന്നു. പാലക്കാട് കോർപ്പറേഷൻ ഭരിക്കുന്ന BJP-യാണ്. ഇത് രണ്ടും ഞാൻ സമ്മതിച്ചു. തൃശ്ശൂർ എന്തിനാന്നേ ആ പട്ടികയിലേക്ക് ചേർക്കുന്നത്? തൃശ്ശൂരിന് ഒരു BJP അനുകൂല മണ്ഡലം എന്ന സ്വഭാവമേ ഇല്ല. ഇപ്പൊ നിങ്ങൾ ഈ പറയുന്ന, എനിക്കറിയാം നിങ്ങൾ ഈ പറയുന്ന 2014-ൽ BJP-യുടെ അടിസ്ഥാന വോട്ടുകൾ തൃശ്ശൂരിലുള്ള 1,02,000 മാത്രമാണ്. ഞാൻ തൃശ്ശൂർക്കാരനാ, എനിക്കറിയാം. 2019 BJP എങ്ങനെ ശ്രദ്ധ പുലർത്തുന്നുള്ള കാര്യം നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ 6 മാസത്തിനകം വർഷത്തിനിടെ BJP-യുടെ വോട്ടിംഗ് ശതമാനത്തിൽ തൃശ്ശൂരിലുണ്ടായ വളർച്ച നമുക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല. 2014 1,02,000 വോട്ടാണ് BJP-ക്ക് ആകെ
കിട്ടിയത്. 2019 സുരേഷ് ഗോപി അത് 2,93,000 ആക്കി ഉയർത്തുന്നു. അതിന് പ്രധാനമായും 3 കാരണങ്ങളുണ്ട്. ഒന്ന്, ശബരിമല, ആഞ്ഞു വീശിയ ശബരിമല തരംഗം. 2, രാജാജി മാത്യു തോമസ് എന്ന CPIയുടെ ദുർബലനായ സ്ഥാനാർത്ഥി. 3, സുരേഷ് ഗോപി എന്ന സൂപ്പർ സ്റ്റാർ. ഇന്ന് പക്ഷെ സുരേഷ് ഗോപി സൂപ്പർ സ്റ്റാർ പോയിട്ട് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സ്റ്റാർ പോലുമല്ല. പകരം ആരാണ് എന്ന് ചോദിച്ചാൽ ഞാൻ മറുപടി പറയില്ല. പക്ഷെ കഴിഞ്ഞ ഒരാഴ്ചക്കകം കഴിഞ്ഞ ഒരാഴ്ചക്കകം ദൃശ്യങ്ങൾ, അദ്ദേഹം സംസാരിക്കുന്ന ഭാഷ, അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ്, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ഇന്ന് സുരേഷ് ഗോപി നിങ്ങൾക്ക് രണ്ടുപേർക്കും തർക്കിക്കാൻ യാതൊരു മടിയില്ല. തർക്കിക്കാൻ ണെങ്കിൽ ഇഷ്ടം പോലെ വിഷയമുണ്ട് ഇതില്. തിരുവനന്തപുരം പറഞ്ഞില്ല, പാലക്കാട് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞാലും കേരളത്തിൽ വോട്ടുണ്ട്, ഞങ്ങൾക്ക് കേരളത്തിൽ വോട്ടുണ്ടെന്ന് ബി.ജെ.പി ദേശീയത്തിന് മുമ്പിൽ NDA മീറ്റിംഗിൽ പോയിരുന്ന് പറയാൻ കഴിയുന്ന വണ്ണം വോട്ട് പിടിക്കാൻ കഴിയും. ഈ 3 യോജിക്കുന്നു. പക്ഷെ തൃശ്ശൂരിന്റെ കാര്യം പറയുമ്പോഴാണ് എനിക്ക് വിയോജിപ്പ്. തൃശ്ശൂര് ശ്രീജയ്ക്ക് അറിയാമല്ലോ, തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ 36 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു മെഗാ ഇവന്റാ. അവിടെ രാവിലെ 11:15 എന്ത് മഠത്തിൽ വരവ് പഞ്ചവാദ്യം ആരംഭിക്കുക. മഠത്തിൽ വരവിൽ ചെണ്ടക്കോല് വീഴുമ്പോൾ ഇതാ നോക്കിക്കോ, ഇലക്ഷൻ കൗണ്ടിംഗ് എന്ന് പറയുന്ന ഒരു പൂരമാണെങ്കിൽ ചെണ്ടക്കോല് വീഴുമ്പോൾ സുരേഷ് ഗോപി 3-ാം സ്ഥാനത്തേക്ക് പോയിരിക്കും. നമ്മൾ ഈ കഴിഞ്ഞ 10-15 ദിവസത്തെ വിലയിരുത്തിയിട്ട് ആ കാര്യത്തിൽ ഞാനും ഷാനോസിനാണ് യോജിക്കുന്നത്. ശരി, ഇനി എനിക്ക് അറിയേണ്ട മറ്റൊരു കാര്യം, നമ്മളിപ്പോ ഏതാണ്ട് കണക്കുകളെ പറ്റി നമ്മുടെ ഒരു പ്രൊജക്ഷനൊക്കെ പറഞ്ഞു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ സ്വാധീനിക്കാൻ പോകുന്ന ഇപ്പൊ ഈ പറഞ്ഞത് കറക്റ്റാ. കാരണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതേ മണിക്കൂറുകളെ ആയുള്ളൂ. ഇനി കാണാനിരിക്കുന്ന പൂരം വേറെയാണ്. എന്തൊക്കെ വിഷയങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ. നമ്മൾ ജേർണലിസ്റ്റുകളായി എത്ര തെരഞ്ഞെടുപ്പ് കണ്ടു. ഓരോ ദിവസവും ഇനി വിഷയങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ രണ്ടുപേരും ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ വോട്ടിങ്ങിനെ സ്വാധീനിക്കാൻ ഇടയുള്ള വിഷയങ്ങൾ എന്തൊക്കെയാണെന്നാണ് സുബീഷ് തോന്നുന്നത്? ഉറപ്പായിട്ടും ഒറ്റ കാര്യം ഞാൻ പറയാം ശ്രീജ, CAA വിരുദ്ധ പോരാട്ടം, അതിൻ്റെ ഒരു തുടർന്നുള്ള നാളുകളിലെ ഗതി എന്തായിരിക്കും എന്നുള്ളത് കേരളത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ കാര്യമായി സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഒന്നാണ്, പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളിൽ. പക്ഷെ അവിടെയും ഓർക്കേണ്ട ഒരു സംഗതി, ഇടതുമുന്നണി സർക്കാർ ആണ് നിയമ പോരാട്ടം ആരംഭിക്കാൻ പോകുന്നത്. ഒരു പക്ഷേ അത് കേരളത്തിൽ ഇടതുമുന്നണിക്കും അനുകൂലമായ വോട്ടുകൾ പെട്ടിയിൽ വീഴ്ത്താൻ കാരണമായേക്കാം. പക്ഷെ ഉറപ്പാണ് CAA വിരുദ്ധ പോരാട്ടം സ്വാധീന ഘടകമാകും 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ. മറ്റൊന്ന് ഈ മലയോര മേഖലകളിൽ ജനങ്ങൾ മുഴുവൻ വലിയ രോഷത്തിലും പ്രതിഷേധത്തിലുമാണ്. ഈ കാട്ടിൽ നിന്നും നാട്ടിലേക്ക് ഇറങ്ങുന്ന കാട്ടുപോത്ത്, കാട്ടുപന്നി, കാട്ടാന, ഇവരൊക്കെ ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇത് ആരുടെ വോട്ട് പെട്ടിയിൽ വിള്ളൽ വീഴ്ത്തും, വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴ്ത്തും എന്ന് ചോദിച്ചാൽ അത് ലെഫ്റ്റിന് ദോഷമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അവിടെ ഒരു ഭരണവിരുദ്ധ വികാരം വർക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ പറഞ്ഞു കേൾക്കുന്ന പത്മജ, അതൊന്നും കോൺഗ്രസിന് വലിയ ക്ഷീണം ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ കോൺഗ്രസ് ലീഗ് തർക്കം അതുപോലും ഈ CAA വിരുദ്ധ പോരാട്ടത്തിന് മുന്നിൽ അപ്രസക്തമായി മാറാനാണ് സാധ്യത. കോൺഗ്രസിന് ഒരു വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മറ്റൊന്ന് സിദ്ധാർത്ഥനൊക്കെ പക്ഷേ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരെ ശ്രീജ തന്നെ പറഞ്ഞല്ലോ, വിഷയങ്ങൾ മാറി മാറി വരികയാണ്. CAA-യിലേക്ക് ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ സിദ്ധാർത്ഥനൊക്കെ അതുവരേക്ക് നീണ്ടു നിൽക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ശരി, അത് പറഞ്ഞാൽ പോരാ, ഇങ്ങനെ എഴുതി കൊടുക്കണം. 2 പോയിന്റ്. ഒന്ന്, സംസ്ഥാന സർക്കാർ വിരുദ്ധത. രണ്ടാമത്തേത് CPM-ന്റെ മോദി വിരുദ്ധത. അതായത് ഷാനോസ് പറയുന്നത് ഈ 2 കാര്യം, ഈ സുബീഷ് ഇത്രയും വിശദീകരിച്ച ഈ പോയിന്റ്സ് ഒന്നും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവില്ല. ഈ 2 കാര്യം, ഒരിടത്ത് സംസ്ഥാന സർക്കാർ, ഒരിടത്ത് മോദി സർക്കാർ, ഇത്രയേ ഉള്ളൂ. അല്ല, ഈ വിഷയങ്ങൾ വരില്ല എന്നുള്ളതല്ല, ഈ വിഷയങ്ങളെല്ലാം കൂടി സമഗ്രമായി ഏതാണ്ട് ഒരു 2 രൂപം കൈവരിച്ച് ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഈ വിഷയങ്ങളെല്ലാം കേന്ദ്രീകരിക്കും. കാരണം ഇത് ഇനി കിടക്കാണ് ദിവസങ്ങൾ നമ്മുടെ മുമ്പിൽ. അവിടെ ഞാൻ പറഞ്ഞ പോലെ സംസ്ഥാന സർക്കാർ വിരുദ്ധതയും അതിനോട് ഏറ്റുമുട്ടുന്ന CPM-ന്റെ കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള കേരളത്തിന് പൈസ തരാത്ത, കേരളത്തിനെ പലതരത്തിൽ ബുദ്ധിമുട്ടിക്കുന്ന മോദി സർക്കാരിനെതിരായിട്ടുള്ള ഫൈറ്റ്, ഈ 2 കാര്യങ്ങളായിരിക്കും ശരിയായ മനസ്സ്. അതായത് സുബീഷ് കൊള്ളാം, നല്ല സ്ഥാനാർത്ഥിയാണല്ലോ, ശ്രീജ കൊള്ളാം, നല്ല സ്ഥാനാർത്ഥിയാണല്ലോ എന്ന് പറയുന്നൊരു വിലയിരുത്തലുണ്ട് തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടങ്ങളിൽ. അത് മാറും. പോസ്റ്റർ കാണുമ്പോൾ, ഒരു സ്ഥാനാർത്ഥി നേരിട്ട് കാണുമ്പോൾ, ഒരു കവല പ്രസംഗം കാണുമ്പോൾ, ഒരു അനൗൺസ്മെന്റ് കേൾക്കുമ്പോൾ നമുക്കൊരു ഫസ്റ്റ് ഇംപ്രഷൻ ഉണ്ടാവും. അതങ്ങ് വിടും. അത് ചില ആളുകളെ സ്വാധീനിക്കും. അതിനപ്പുറത്തേക്ക് ഇത് ഈ രാജ്യത്തെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ തെരഞ്ഞെടുപ്പാണിത്. ആ തെരഞ്ഞെടുപ്പിനകത്ത് പിന്നീട് കടന്നു പോകുന്നത് തീർത്തും പൊളിറ്റിക്കലായ വിഷയങ്ങളിലേക്കാണ് കടന്നു പോകുന്നത്. അവിടെ ആത്യന്തികമായി നിൽക്കുക എന്ന് പറയുന്നത് ഈ പിണറായി വിജയൻ പെൻഷൻ കൊടുത്തില്ല, അല്ലെങ്കിൽ പിണറായി സർക്കാരിനെതിരായിട്ട് വരുന്ന ആരോപണങ്ങൾ, അഴിമതി ആരോപണങ്ങൾ, ഇത്തരം കാര്യങ്ങൾ ഒരു സൈഡിൽ ചർച്ച ചെയ്യപ്പെട്ടു തന്നെ നിൽക്കും.
അതോടൊപ്പം തന്നെ ഈ വർഗീയ വിരുദ്ധത, മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയുള്ള ഇടത് സർക്കാരിൻ്റെ, കേരളത്തിലെ ജനങ്ങളുടെ ആകമാനമുള്ള ഫൈറ്റ്, ഇതൊക്കെ വേറൊരു ഘട്ടത്തിൽ ഈ രണ്ട് അതിരിലായിരിക്കും ഈ കാര്യങ്ങൾ നിൽക്കുക. ഇത് തമ്മിലുള്ള ഫൈറ്റിൻ്റെ ആത്യന്തികമായി ലഭിക്കുന്ന ഫലമായിരിക്കും 2024 കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം എന്ന് പറയുന്നത്. അതായത് 14-6. അങ്ങനെ പറയാൻ കഴിയില്ല സുബീഷേ. ഞാൻ ഈ പറഞ്ഞു വന്ന കാരണങ്ങളെല്ലാം തന്നെയും പൊളിറ്റിക്കലായിരിക്കും. പൊളിറ്റിക്കൽ, തീർച്ചയായിട്ടും പൊളിറ്റിക്കൽ. കാരണം അതാണ് കാണുന്നത്. അത്തരമൊരു തെരഞ്ഞെടുപ്പ് ഏറ്റവും കഴിഞ്ഞ തവണത്തേക്കാൾ 2019 അത്തരമൊരു തെരഞ്ഞെടുപ്പിലേക്കാണ് 2024 പോകുന്നത്. കാര്യങ്ങൾ അത്രമേൽ രൂക്ഷമായി, അത് സംശയമൊന്നുമില്ല. കഴിഞ്ഞ ദിവസം പോലും സിയെ നമ്മുടെ വാതിലിൽ മുട്ടി നിൽക്കുകയാണ്. അപ്പോൾ അതാണ് രാഷ്ട്രീയ സാഹചര്യം. അതിനെ കേരളം അങ്ങനെ കാണും. പിണറായി വിരുദ്ധത കാണുമെന്നതുപോലെ തന്നെ ഇതും അതിശക്തമായി കേരളം കാണും. ആ സാധ്യത, ആ ഒരു ആനുകൂല്യം LDF ലഭിക്കും എന്നുകൂടിയാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പം നമ്മുടെ വിധി പ്രസ്താവം കഴിഞ്ഞു. അപ്പം പേരെ കുത്തി പിടിച്ചേക്കട്ടെ. ജഡ്ജിമാരാണെന്നാണല്ലോ നമ്മളെ പറ്റിയുള്ള പൊതുവെയുള്ള അഭിപ്രായം. അല്ല ഷാനൂസ്, ഈ തമാശയ്ക്കൊക്കെ അപ്പുറം ജനാധിപത്യം എന്ന് പറയുന്നത് ജനങ്ങളുടെ ആധിപത്യമാണ്. ആ അവകാശം നമുക്ക് കിട്ടുന്ന ദിവസമാണ് തെരഞ്ഞെടുപ്പ് ദിവസം, വോട്ടെടുപ്പ് ദിവസം. ഈ നമ്മുടെ നാടിൻ്റെ ജനാധിപത്യത്തെ കാത്തു സൂക്ഷിക്കാൻ, മതേതരത്വത്തെ സംരക്ഷിക്കാൻ നമുക്ക് കിട്ടുന്ന ആ അവസരം ഓരോ പൗരന്മാരും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ തന്നെ വിനിയോഗിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അവരുടെ ആ വിധിയെഴുത്തിൻ്റെ ഫലമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. കാത്തിരിക്കാം. അൽ മുഖ്തദർ ജ്വല്ലേഴ്സ് 0% പണിക്കൂലി, 100% സന്തോഷം.